ഡീൻ, വെരി ഗുഡ് മോർണിംഗ്. എനിക്കൊപ്പം ചപ്പാത്തിൽ ഈ സമരത്തിൽ പങ്കെടുത്ത ഏറെക്കാലമായി ഈ സമരത്തിന് മുൻപന്തിയിലുള്ള മനുഷ്യരെല്ലാവരുമുണ്ട്. ഉപ്പുതറ പഞ്ചായത്തിന് നമ്മളെ കുറേ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ഇടുക്കി മുഴുവൻ നമ്മളുടെ ഈ തത്സമയ ഷോ കാണുന്നുണ്ട്. നമ്മളുടെ ആവശ്യം ഒരു പുതിയ ഡാം വേണമെന്നുള്ളതാണ്. അതിലേക്ക് ഉള്ള ചർച്ചകൾ ആരംഭിക്കണം എന്നുള്ളതാണ്. അതിലേക്കുള്ളൊരു പഠനം വേണം എന്നുള്ളതാണ്. ആശങ്ക പരത്താനല്ല, അവബോധം ഉണ്ടാക്കാനാണ് എന്ന് തന്നെയാണ് നമ്മൾ ആവർത്തിച്ചു പറയുന്നത്. കാരണം പല വൈകാരിക അനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യരായിരിക്കുമല്ലോ ഡീൻ. നമ്മൾ ലോക്സഭയിൽ ഈ വിഷയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് എന്ത് നിലപാടാണ് ഡീൻ പ്രതീക്ഷിക്കുന്നത്? സംസ്ഥാന സർക്കാരിൽ നിന്ന് എന്ത് നീക്കമാണ് ഡീൻ പ്രതീക്ഷിക്കുന്നത്? എന്താണ് ഈ ആശങ്ക അകറ്റാനുള്ള പ്രതിവിധി? 3 കാര്യങ്ങൾ. ഡീൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം കാണാൻ പറ്റാവുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോകാം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഞാൻ മുല്ലപ്പെരിയാർ കേസിൽ കക്ഷിയേർന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഞാൻ കക്ഷിയേർന്നിട്ടുള്ള ആളാണ്. ഡോക്ടർ ജോ ജോസഫിൻ്റെ ഹർജിയുടെ ഭാഗമായി 2021 ലഭിച്ച വിധിയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഡാമിൻ്റെ ഷട്ടർ മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, റൂൾ കർവ് കൃത്യമായി പാലിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള ഡാമിൻ്റെ കാലപ്പഴക്കം നിശ്ചയിക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. 2022 ഏപ്രിൽ മാസം 8-ാം തീയതി ഉണ്ടായിട്ടുള്ള വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട്, സൂപ്പർവൈസറി കമ്മിറ്റിയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും എല്ലാ ഉത്തരവാദിത്തങ്ങളും 2021 കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ ഡാം സേഫ്റ്റി ആക്ടിനനുസരിച്ച് ഫോം ചെയ്യേണ്ടതായിട്ടുള്ള നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിലേക്ക് മാറണം എന്നുള്ളത്. അതായത് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകൃതമായാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡാമുകളെ സംബന്ധിച്ചുള്ള സുരക്ഷാ ഭീഷണിയെ സംബന്ധിച്ച് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പരിധിയിലേക്ക് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യങ്ങളെ കടത്തിവിടാൻ പറ്റുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് 2022 പരമോന്നത സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുമുള്ള ഡയറക്ഷന് ശേഷം നമുക്ക് വന്നിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ നമുക്കിതുവരെ അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിച്ച വിഷയം അതാണ്. അതായത് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി കൃത്യമായി ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ അത് യാഥാർത്ഥ്യമാക്കുകയും സംസ്ഥാന സർക്കാർ അതിലേക്ക് സൂപ്പർവൈസറി കമ്മിറ്റിയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊരു പുതിയ മാനമുണ്ടാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ ഭീഷണി എന്ന് പറയുന്നത് അതിവർഷമാണ്, മേഘസ്ഫോടനമാണ്. എപ്പോഴാണ് എവിടെയാണ് കൂടുതൽ മഴ പെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ പഠന റിപ്പോർട്ടുകളും നമുക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയിലാഴ്ത്തിയ ഒരു കാര്യം, കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ വന്നാൽ, റെയിൻഫോൾ വന്നു കഴിഞ്ഞാൽ ഈ ഡാം സസ്റ്റെയിൻ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയൊരു ദുരന്തം കേരളത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമതായി ചർച്ച ചെയ്യേണ്ടതും ഒന്നാമതായി തീരുമാനമെടുക്കേണ്ടതുമായിട്ടുള്ള മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷാ ഭീഷണിയെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആ വിഷയങ്ങൾ ഉൾപ്പെടെ, അതായത് വരുന്ന അതിവർഷത്തെ സംബന്ധിച്ച് നമുക്ക് മറ്റ് ആധികാരികമായ പ്രഡിക്ഷൻ ഒന്നും ലഭിക്കുന്നില്ല. ഇന്ന് ഏത് പ്രത്യേകമായ പ്രദേശത്താണ് മേഘവിസ്ഫോടനത്തിന് സാധ്യതയുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് കാലാവസ്ഥാ പ്രവചനം ഇന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ആ വിഷയം ഉൾപ്പെടെ വെച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ ഭൂകമ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും അവസാന കാലഘട്ടങ്ങളിൽ, അവസാനത്തെ ഒരു 10 വർഷക്കാലം വന്നിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഭൂകമ്പപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, അതുമായി കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു പഠനം നടത്തുകയും ഇതെല്ലാം NDSAയുടെ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ഒരു ആധികാരികമായ ഇടപെടലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരവസരമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഞാൻ പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ച കാര്യം ഇതാണ്. ജലശക്തി മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ CR പാട്ടീലിനെ കണ്ട് NDSAയുടെ ഫോർമേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജാഗ്രത. ഡീൻ, ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, തെറ്റാണെങ്കിൽ അങ്ങ് തിരുത്തണം. 2022 നമ്മുടെ ഈ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയെ നിയമിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഡാം സേഫ്റ്റി ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയെ 2022 നിയമിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആ അതോറിറ്റി ഇപ്പോൾ നിലവിലുണ്ടോ? അതോറിറ്റി നിലവിലുണ്ട്. അതിൻ്റെ ചെയർമാനായിട്ട് ശ്രീ അനിൽ ജെയിൻ എന്ന് പറയുന്ന ഒരാളെയാണ് നിയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻസിലേക്ക് അവർ കടന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് അത് സുപ്രീം കോടതി ഡയറക്ഷനുണ്ട്. അത് സുപ്രീം കോടതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യവും ഞങ്ങളത് ഫോം ചെയ്തു വരുന്നു എന്നാണ്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു കൃത്യമായി അത് ഫോം ചെയ്യണം, കൃത്യമായി അതിൻ്റെ ഒരു പ്രവർത്തനം ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്തുന്ന മുറയ്ക്ക് ഈ പറയുന്ന സൂപ്പർവൈസറി കമ്മിറ്റിയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും
അതിലേക്ക് ലയിപ്പിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് 2022. പക്ഷേ ഇത്രയും കാലമായിട്ട് അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ ഒരു തരത്തിൽ ഇപ്പോൾ അനിൽ ജെയിൻ അതിൻ്റെ ചെയർമാൻ, ഞാൻ അദ്ദേഹത്തെ കാണാൻ ഉൾപ്പെടെ ഞാൻ അപ്പോയിൻറ്റ് ചോദിച്ചിട്ടുണ്ട്. CR പാട്ടീൽ ബഹുമാനപ്പെട്ട ജലശക്തി മന്ത്രിയുമായി ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്.